ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദേശിയനം ഡിഷാണ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. കൊറിയൻ ഫ്രൈഡ് ചിക്കന് വേണ്ടി ഒരു സ്പെഷ്യൽ സോസ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. 2 സ്പൂൺ കൊറിയൻ ഹോട്ട് ചില്ലി സോസ്, 1 സ്പൂൺ മസ്റ്റാർഡ് സോസ്, 2 ടീസ്പൂൺ വിനെഗർ, 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ, 2 ടീസ്പൂൺ ഹണി. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ സ്പെഷ്യൽ സോസ് ആക്കി എടുക്കാം. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നന്നായി ക്ലീൻ ചെയ്ത 500 ഗ്രാം തൈ പീസസ് ആണ്. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി ആദ്യം 2 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെച്ചേക്കാം. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് നല്ല രീതിയിൽ പാകമാകാൻ ഇടയ്ക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ പീസസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 പ്രാവശ്യമായി നമ്മുടെ എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി പാൻ അടുപ്പിൽ വെക്കുമ്പോൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ 2-3 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചൂടാക്കാനായി ഉപയോഗിക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളക് കൂടി കട്ട് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്പെഷ്യൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ്. എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമാകും. നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. ബൈ ബൈ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. കൊള്ളാം പാപ്പ, സൂപ്പർ.